ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 5 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. നാം ഈ ലേഖനം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ ദൈവ മക്കളോട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ സഭയിലെ അവരുടെ ജീവിതത്തെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും പിന്നെ കുറെ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് വിശദമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുശേഷം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2, 3, 4 വാക്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ വീണ്ടും അങ്ങനെ പ്രാർത്ഥിച്ചും സ്തോത്രം ചെയ്തും ആരാധിച്ചുമൊക്കെ ജീവിച്ചാൽ മാത്രം പോരാ, അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ടുണ്ട് എന്നുള്ളതായ വിഷയമാണ്. അതാണ് 5-ഉം 6-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സഭയ്ക്ക് പുറത്തുള്ള ആളുകളോടുള്ള നമ്മളുടെ സമീപനവും പെരുമാറ്റവും അല്ലെങ്കിൽ താല്പര്യവുമൊക്കെ നമുക്ക് ഇവിടെ ഈ 2 വാക്യത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. സഭയ്ക്ക് പുറത്തുള്ള ആളുകളോട് ഇത്രയേറെ വാക്യങ്ങൾ സഭയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് കേവലം 2 വാക്യങ്ങളിൽ സഭയ്ക്ക് പുറത്തുള്ളവരോടുള്ള ബന്ധത്തിലുള്ള പെരുമാറ്റത്തെ ഇവിടെ ചുരുക്കിയിരിക്കുകയാണ്. എന്നാൽ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ 2 വാക്യങ്ങളിൽ മാത്രമേ പൗലോസ് അപ്പോസ്തലൻ അത് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അതിന് പ്രാധാന്യം കുറവ് എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഈ പുറത്തുള്ളവർ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് പുറത്തുള്ളവരായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ. കൊലോസ്യ പട്ടണം എന്ന് പറയുന്നത് ഒരു വ്യാപാര മേഖലയായിരുന്നു, ഒരു വ്യാപാരം ഉള്ളതായ ഒരു പട്ടണമായിരുന്നു. അവിടെ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള, ജാതീയ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിവിധ വിശ്വാസങ്ങളും തത്വശാസ്ത്രങ്ങളും പിടിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആളുകൾ, വിഗ്രഹാരാധികളായിട്ടുള്ള ആളുകൾ, അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പട്ടണമായിരുന്നു ആ പട്ടണം. അങ്ങനെയുള്ള ആ പട്ടണത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. സഭയ്ക്കകത്തുള്ള നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപക്ഷെ താരതമ്യേന അല്പം കൂടെ എളുപ്പമാണ്. കാരണം എല്ലാവരും അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിന്നാലെ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ ഈ പുറത്തുള്ളവർ എന്ന് പറയുന്നത് അവര് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളും സ്വഭാവങ്ങളും പ്രകൃതങ്ങളും രീതികളും ഒക്കെ ഉള്ളവരാണ്. സഭയ്ക്കുള്ളിലുള്ളവർക്കും അങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ട് എങ്കിൽ പോലും അവരുടെ വിശ്വാസവും അവരിലുള്ളതായ ആത്മാവും അവരുടെ പ്രത്യാശയും എല്ലാം ഒന്നായിരിക്കുന്നത് കൊണ്ട് അവർക്ക് പൊതുവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരം കൂടെയുള്ള സഹോദരങ്ങളോട് ചേർന്ന് ജീവിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. എന്നാൽ പുറമേയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഉള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനകത്തൊരു പക്ഷേ നിരീശ്വരവാദികൾ കാണും, വിഗ്രഹാരാധികൾ കാണും, പിന്നെ മറ്റ് അധാർമിക ജീവിതം അത് നയിക്കുന്നവരും അതിനെ ന്യായീകരിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ കാണും. അങ്ങനെ തത്വശാസ്ത്രങ്ങൾ, വ്യർത്ഥമായ തത്വശാസ്ത്രങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർ കാണും. അങ്ങനെയൊക്കെയുള്ള ആളുകൾ
ഉള്ള ഒരു സമൂഹത്തിൽ ഒരു സഭയും സഭയിലെ വിശ്വാസികളുമായിരിക്കുമ്പോൾ അവരുടെ നടപ്പ്, പുറത്തുള്ളവരോടുള്ള ഒരു പെരുമാറ്റം, നടപ്പ് എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യമാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം. നമുക്കറിയാം, നമ്മുടെ നാടും ഏകദേശം അങ്ങനെ തന്നെയാണ്. വിവിധ സ്വഭാവങ്ങളും കാഴ്ചപ്പാടുകളും, പ്രത്യേകിച്ച് ഇവർക്കൊക്കെ പൊതുവിൽ നമ്മളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് പലപ്പോഴും അത്ര സ്വീകാര്യമായിരിക്കുകയില്ല. നമ്മളോട് അങ്ങനെ താല്പര്യമായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ കുറവായിരിക്കും. അത് നമ്മളുടെ വിശ്വാസത്തെ പ്രതിയാണ് താല്പര്യക്കുറവ് എങ്കിൽ അതിൽ പ്രശ്നമില്ല. എന്നാൽ വിശ്വാസത്തെ പ്രതിയല്ല, നമ്മളുടെ ജീവിതത്തെ പ്രതിയുള്ള പ്രശ്നങ്ങളാണ് നാട്ടിലുള്ള ആളുകൾക്ക് നമ്മളോടുള്ളതെങ്കിൽ അത് ഒരു ഗൗരവമായിട്ടുള്ള പ്രശ്നവുമാണ്. അപ്പോൾ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ആയിട്ട് നിങ്ങൾ സഭയിലും ഒക്കെ ജീവിക്കുന്നു. എന്നാൽ പുറത്തുള്ള ആളുകളോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം, ജ്ഞാനത്തോടെ, പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് നമുക്ക് പുറത്തുള്ളവരോട് പെരുമാറുവാനായിട്ട് അനുവാദമില്ല. നമുക്ക് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുമൊക്കെ ആയുള്ള നമ്മുടെ സഹവർത്തിത്വത്തിൽ, പെരുമാറ്റത്തിൽ, സംസാരത്തിൽ അവരോട് ഒരുമിച്ച് ഒരുപക്ഷെ നാം ജോലി ചെയ്യുമ്പോഴൊക്കെ അവിടെ നമ്മെ നയിക്കേണ്ടത് കേവലം നമ്മുടെ സ്വഭാവ സവിശേഷതകളല്ല, മറിച്ച് ജ്ഞാനത്തോടു കൂടി ആയിരിക്കണം എന്ന് നാം ഇവിടെ വായിക്കുന്നു. എന്താണ് ജ്ഞാനത്തോടു കൂടി ഇടപെടണം എന്ന് പറയുവാനായിട്ടുള്ള കാര്യം? നമ്മുടെ ഇടപാടുകൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തെ മറ്റുള്ളവർ, പുറത്തുള്ളവർ കാണുന്നത് കേവലം നമ്മുടെ വാക്കുകളിലൂടെയല്ല, മറിച്ച് നമ്മളുടെ സംസാരം, നമ്മളുടെ പെരുമാറ്റം, നമ്മൾ അവരുമായിട്ട് പങ്കുവെക്കുന്ന നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഇതെല്ലാം വളരെയേറെ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു അവർ കേൾക്കുന്നത്, നമ്മുടെ ജീവിതത്തെ അവർ നോക്കുന്നില്ലായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മളാണെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു വന്നാൽ നമ്മൾ അവരുടെ ജീവിതത്തെയും കൂടി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാറുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ജ്ഞാനത്തോട് പെരുമാറേണ്ടതായിട്ടുള്ള ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നാം വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ നാം പങ്കെടുക്കുന്നതായിട്ടുള്ള കൂട്ടായ്മ, സഭ, നാം പ്രസംഗിക്കുന്നതായിട്ടുള്ള സുവിശേഷം, നാം പിൻചെല്ലുന്നതായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു, ഇതെല്ലാം ഈ പുറത്തുള്ള ആളുകൾ നമ്മൾ അതിന് വിരുദ്ധമായിട്ട് ജീവിക്കുന്നത് കാണാൻ പാടില്ല. അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് അവര് കാണേണ്ടത്. എന്നാൽ അങ്ങനെ നാം ജീവിക്കുന്നത് അവരെ നാം കാണിക്കേണ്ടതിന് വേണ്ടി ചില ബുദ്ധിപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ചില തട്ടിക്കൂട്ട് പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ ചില അഭിനയത്തോടു കൂടിയ പെരുമാറ്റങ്ങൾ, അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് എന്നുള്ളതും അതിന്റെ മറുവശമാണ്. പലപ്പോഴും മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പെരുമാറ്റം നമ്മളിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമുക്കറിയാമല്ലോ, നമുക്ക് സാക്ഷ്യം വേണം, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വേണം എന്നൊക്കെയുള്ള വാക്കുകൾ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. അത് വേണമെന്നുള്ളൊരു സത്യമാണ്. എന്നാൽ നമ്മളിൽ നിന്ന് അവർ കാണേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കുന്നതായ ചില സ്വഭാവ വ്യത്യാസങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ്. അതല്ലാതെ നമ്മളങ്ങനെ അവരുടെ മുമ്പിൽ ഒരു നല്ലവനായോ നല്ലവളായോ ഒന്ന് അഭിനയിച്ച് കാണിക്കുക എന്നുള്ളതല്ല. ദൈവാത്മാവ് നമ്മിൽ വരുത്തുന്നതായിട്ടുള്ള വ്യത്യാസങ്ങൾ നാം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൽ വളരുന്നതിൻ്റെതായിട്ടുള്ള ആ പരിജ്ഞാനം, ഇതൊക്കെയും മറ്റുള്ളവർ നമ്മിൽ കാണണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ അവരുടെ വാക്കുകളിലും പെരുമാറ്റങ്ങളിലും ഒന്നും, അവരുടെ ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ അയൽവക്കത്തോ സമൂഹത്തിലോ ഒന്നും അങ്ങനെയുള്ളതായിട്ടുള്ള പെരുമാറ്റങ്ങളൊന്നും കാണാതെ വരുന്നതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ അത് അവരുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ അവരംഗമായിരിക്കുന്ന സഭയെയും അത് ഏറെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. നമുക്കറിയാം,
ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു മക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോ ആരെങ്കിലും എന്തെങ്കിലും സമൂഹത്തിന് സ്വീകാര്യമല്ലാത്തതായ പ്രവൃത്തികൾ കാണിക്കുകയും അത് സമൂഹമധ്യേ വെളിപ്പെടുകയും ചെയ്താൽ അത് കുടുംബത്തിന് നാണക്കേടായി പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ മക്കളൊക്കെ ഇനി എങ്ങനെ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർ ഇനി എങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും എന്നൊക്കെ നമ്മൾ അങ്ങനെ പൊതുവെ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ദൈവ പൈതലിന്റെ പുറമേ ഉള്ളതായ പെരുമാറ്റങ്ങളും വർത്തമാനങ്ങളും പ്രവൃത്തികളുമൊക്കെ അവരംഗമായിരിക്കുന്ന സഭയെയും കൂടി നേരിട്ട് ബാധിക്കുന്നതാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. നാം എന്തെങ്കിലും സമൂഹത്തിൽ തെറ്റായിട്ടുള്ള പേര് സമ്പാദിച്ചാൽ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളുമൊക്കെ സമൂഹത്തിൽ ആളുകൾ വളരെ മോശമായി കാണുന്ന ഒരവസ്ഥ വന്നാൽ അത് നമ്മെ തന്നെ മാത്രമല്ല അത് ബാധിക്കുന്നത്, നമ്മളുടെ കുടുംബത്തെ അത് ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ സഭയെയും അത് ബാധിക്കും. അതുകൊണ്ടാണ് ജ്ഞാനത്തോടെ നടക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ചിന്താഗതി എന്താണ് എന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുന്നതായ ഒരു പ്രവൃത്തിയുടെ ഫലം, ഞാൻ പറയുന്നതായിട്ടുള്ള ഒരു വാക്ക്, എൻ്റെ പെരുമാറ്റത്തിലുള്ളതായ ഒരു അപാകത, അത് എന്നെ ബാധിക്കും, എൻ്റെ കുടുംബത്തെ ബാധിക്കും, സഭയെ ബാധിക്കും. അതുപോലെ തന്നെ നാം പിൻചെല്ലുന്നതായിട്ടുള്ള കർത്താവിൻ്റെ നാമത്തിന് നിന്ന് വരുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഏറെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ജ്ഞാനത്തോടെയുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ വിശ്വാസികളെന്നും പാസ്റ്റർമാരെന്നും പറയുന്നതായിട്ടുള്ള അനേകം ആളുകളെ കുറിച്ച് നാം വായിക്കുന്നതായിട്ടുള്ള, കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ എത്രയോ നികൃഷ്ടമാണ് ആളുകളുടെ ജീവിതം. അതുകൊണ്ട് ഇന്ന് സുവിശേഷവുമായി ആളുകളുടെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ടോ ഒരു വിശ്വാസിയാണെന്ന് പറയുവാനായിട്ടോ പോലും നമുക്ക് പലപ്പോഴും ലജ്ജിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ജ്ഞാനത്തോടെ പെരുമാറണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ജ്ഞാനത്തോടെ പെരുമാറണം എന്ന് പറയുമ്പോൾ അത് നാം എന്തെങ്കിലും ഒരു കപടത തൽക്കാലത്തേക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അഭിനയം കാഴ്ചവെക്കുക എന്നുള്ളതല്ല, മറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ട് അത് നമ്മളുടെ പ്രവർത്തന തലത്തിലേക്ക്, രൂപാന്തരത്തിലേക്ക് വരുത്തേണ്ടത് ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് ഇതിന്റെ 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും നാം അതിനെക്കുറിച്ച് പഠിച്ചതാണ്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം. അതുപോലെ തന്നെ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ നമുക്ക് അങ്ങനെ ജ്ഞാനത്തോടെ പുറത്തുള്ളവരോട് പെരുമാറണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ജ്ഞാനം ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നാം ചിന്തിച്ചു കൂട്ടുന്നതായിട്ടുള്ള ജ്ഞാനമല്ല. നമുക്കറിയാമല്ലോ, ലോകത്തിൽ ഒത്തിരി തത്വശാസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മനുഷ്യന്റെ ചിന്തയിൽ നിന്നും അവന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും അവൻ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നാം എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജ്ഞാനം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉറവിടം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു സംശയം ഉണ്ടാകുവാനായിട്ട് പാടില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കി അത് നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷേ അതൊന്നും ദൈവിക പ്രമാണങ്ങളോടോ ദൈവം നമുക്ക് നൽകുന്നതായിട്ടുള്ള ജ്ഞാനമോ വിവേകമോ അല്ല. അതൊന്നും ദൈവനാമത്തിന് മഹത്വം വരുത്തുകയില്ല. ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ തന്നെ വലിയ ആളുകളായിട്ട് തൽക്കാലത്തേക്കൊക്കെ കാണിക്കുവാൻ സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ജ്ഞാനം അത് തരുന്നത് യഥാർത്ഥത്തിൽ ദൈവമാണ്. നമുക്കറിയാമല്ലോ, ഉയരത്തിൽ നിന്നുള്ള മനുഷ്യ ജ്ഞാനത്തെ അവൻ നശിപ്പിച്ചു. അത് ദൈവം സ്വീകരിക്കുന്നതല്ല. മനുഷ്യന്റെ ജ്ഞാനം ദൈവസന്നിധി സ്വീകാര്യമല്ല എന്നുള്ളതൊക്കെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഈ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള ജ്ഞാനത്തെക്കുറിച്ച് അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അപ്പോൾ നിങ്ങൾ ജ്ഞാനത്തോടെ പുറത്തുള്ളവരോട് പെരുമാറണം എന്ന് പറയുമ്പോൾ ആ ജ്ഞാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അതെന്താണ്?
ഒന്നാമത് അത് നിർമ്മലമാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് ഒട്ടും കളങ്കമില്ല. അതായത് നാം മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ, പുറത്തുള്ളവരോട് പെരുമാറുമ്പോൾ യാതൊരു വക കളങ്കവും ഇല്ലാത്ത ഒരു നിർമ്മലമായ ജ്ഞാനമാണ് നമ്മളിൽ നിന്ന് ഉളവാകേണ്ടത്. അല്ലെങ്കിൽ നിർമ്മലമാണ്, അതിനകത്ത് കളങ്കങ്ങളില്ല. അതായത് തെറ്റായിട്ടുള്ള മനോഭാവത്തോടു കൂടിയുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ ജ്ഞാനത്തിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആളുകൾക്ക് കഴിയില്ല. അതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നെ അതിനെക്കുറിച്ച് സമാധാനം, ശാന്തത, അനുസരണം, കരുണ, സൽഫലം ഇതൊക്കെ നിറഞ്ഞതാണ്. അതാണ് ഉയരത്തിൽ നിന്നുള്ള സ്വർഗീയമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ജ്ഞാനമാണ്. അതുപോലെ തന്നെ അവിടെ പക്ഷപാതവുമില്ല, കപടമില്ല. അതായത് നാം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണെങ്കിൽ നാം എന്തെങ്കിലും ഇല്ലാത്തത് കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മളിലുള്ളത് സ്വാഭാവികമായിട്ട് അതിൻ്റെ എല്ലാ നന്മയോടും കൂടെ ആ ജ്ഞാനം മറ്റുള്ളവർക്ക് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും ഇന്ന് ക്രിസ്തീയ ലോകത്തെ ആളുകൾ അവരവരെ തന്നെ നല്ലവരാക്കി കാണിക്കുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്ത്, ഊന്നൽ കൊടുത്ത് അവരെങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിച്ച് ഒരുവിധം നല്ലൊരു വ്യക്തിയായിട്ട് കാണിക്കാൻ നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ ആ നിയന്ത്രണം നമുക്ക് വിട്ടുപോകും. അതുപോലെ തന്നെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും കാര്യത്തെ നാം സമീപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണങ്ങളെല്ലാം അവിടെ പോകും. അപ്പോൾ ഈ ഇല്ലാത്തത് ഉള്ളതായിട്ട് നാം കാണിക്കുകയാണെങ്കിൽ അതിന് ഒരു പരിധിയുണ്ട് കാണിക്കുന്നതിന്. അത് നമ്മുടെ തനി സ്വഭാവം അത് വെളിപ്പെട്ടു വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമായിരിക്കണം, ആ ജ്ഞാനത്തോടു കൂടിയായിരിക്കണം യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ നാം നടക്കേണ്ടത്. മറ്റുള്ളവരുടെ ഇടയിൽ മാത്രമല്ല, സഭയിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമില്ലല്ലോ. അപ്പോൾ ഈ ജ്ഞാനം നമുക്ക് ഇല്ല എങ്കിൽ അത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്നാണ് നമ്മളോട് വായിച്ചത്. ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്നുള്ളതിനെ കുറിച്ച് യാക്കോബ് അപ്പസ്തോലൻ തന്റെ ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ ആ ഒരു വിഷയവും പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നാം അതിനെക്കുറിച്ച് കേട്ടതാണ്. ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ അത് ധാരാളമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ. അപ്പോൾ ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തോട് നാം എങ്ങനെയാണ് ചോദിക്കുന്നത്? ദൈവം അത് എങ്ങനെയാണ് തരുന്നത്? ആ ജ്ഞാനം ദൈവമേ ജ്ഞാനം നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ആ ജ്ഞാനം ദൈവം തന്റെ വചനത്തിലൂടെയും അതുപോലെ തന്നെ പ്രായോഗികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ടുമാണ് നമുക്ക് ആ ഒരു ജ്ഞാനം സമ്പാദിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ തൻ്റെ എല്ലാ ജ്ഞാനവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തീരുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നുവെങ്കിൽ നമുക്ക് ജ്ഞാനം ലഭിക്കും. എന്നാൽ ഈ ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ജ്ഞാനത്തിന്റെ വാക്കുകൾ അത് നമ്മളുടെ ജ്ഞാനത്തിന്റെ ഭാഗമാകണമെങ്കിൽ ദൈവവചനം അത് നിവേശിതമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണെന്ന് നമുക്കറിയാമല്ലോ. ആ പരിശുദ്ധാത്മാവാണ് അത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് നാം ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ ജീവിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് ദൈവം തരുന്നത്. അതുപോലെ തന്നെ നമുക്കത് സ്വീകരിക്കുവാൻ കഴിയുന്നത്. വചനത്തിന്റെ വാതിൽ തുറന്നു തരുന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ മുമ്പുണ്ടായിരുന്ന വാക്യങ്ങളെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ നാം പഠിക്കുകയുണ്ടായി. വചനത്തിന്റെ വാതിൽ ദൈവം നമുക്ക് തുറന്നു തരിക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മെ ഒരു ശരിയായിട്ടുള്ള ജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അപ്പോൾ എന്താണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിശ്വാസികളെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ ജ്ഞാനത്തോടു കൂടി പെരുമാറണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ ബന്ധങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതായ ഒരു നിലവാരത്തിൽ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയും ആരാധനയും സ്തോത്രവും സ്തുതിയും സഭായോഗവും അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ അങ്ങ് ക്രോഡീകരിച്ച്
ബാക്കിയുള്ള നമ്മുടെ ഔട്ട്സൈഡ് ജീവിതം എന്ന് പറയുന്നത് അത് ഭൗതിക ജീവിതം. ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും അങ്ങനെ രണ്ട് ജീവിതമായിട്ട് പൊതുവെ ഇന്ന് പ്രാസംഗികർ പോലും പ്രസംഗിക്കുന്നത് ധാരാളം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നും ഇല്ല. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒരു ആലയമാക്കി നമ്മെ തീർത്തിരിക്കുകയും ചെയ്തിരിക്കുമ്പോൾ നമുക്കങ്ങനെ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതമേ ഇല്ല. നാം ചെയ്യുന്നതെല്ലാം അത് ആത്മാവിന്റെ നിയന്ത്രണത്തിലും അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളോടും കൂടി ആയിരിക്കുമ്പോൾ നാം തികച്ചും ആത്മീകരാണ്. കുറച്ചു സമയം ആത്മീകരും പിന്നെ അത് കഴിഞ്ഞാൽ ആത്മീകരല്ലാതെയും ഇരിക്കുന്നതായിട്ടൊരു ജീവിതം ഇന്ന് നമുക്കില്ല. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെ പറയാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ കർത്താവിന്റെ നമ്മുടെ മുഖത്ത്, മൂടുപടം നീങ്ങിയ നമ്മുടെ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, നമ്മുടെ മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ചില പ്രകാശം ഉണ്ടാകുക എന്നുള്ളതല്ല, നമ്മളുടെ ജീവിതത്തെ കാണുമ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളുടെ ജീവിതത്തെ കാണുമ്പോൾ മറ്റുള്ളവർക്ക്, ദൈവ മക്കൾക്കും അതുപോലെ തന്നെ പുറത്തുള്ളതായിട്ടുള്ള ആളുകൾക്കും അവര് ഒരു കണ്ണാടിയിൽ കർത്താവിന്റെ തേജസ് കാണുന്നത് പോലെ ഇരിക്കണം. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു ലക്ഷ്യമാണ്, ഒരു കാഴ്ചപ്പാടാണ് നമ്മെ സംബന്ധിച്ച് ഈ ലോകത്തിന് ദർശിക്കുവാനായിട്ടുള്ളത്. ദൈവം എത്ര വലിയൊരു കാര്യമാണ് നമ്മെ അങ്ങനെ ഉള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അതിനുള്ള ഒരു സാധ്യതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ തേജസ്സിനെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിലുള്ളതായ വാക്കുകളും പെരുമാറ്റങ്ങള്, സംസാരങ്ങൾ, പ്രവൃത്തികൾ, ഇതെല്ലാം അങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ചില ആളുകളോടൊക്കെ നമുക്ക് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ വാക്കുകൾ നമുക്ക് ഭയങ്കര ആശ്വാസം നൽകും. എന്നാൽ ചിലരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ ഒരു വഴക്കിലേക്കും അതുപോലെ തന്നെ അസ്വസ്ഥതയിലേക്കും ഒക്കെയാണ് നീങ്ങിപ്പോവുക. അപ്പോൾ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മൾ ആകെ കർത്താവിന്റെ ആ തേജസ്സിനെ മറ്റുള്ളവരുടെ മുമ്പാകെ കാണിക്കുന്നതായ ഒരു നിലവാരത്തിലായിരിക്കണം. അത് കർത്താവിനെ അങ്ങനെ കാണിക്കണമെങ്കിൽ കർത്താവ് തന്റെ വചനത്തിലൂടെ തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കി നാം മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ അതും സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാമല്ലോ. പുറത്തുള്ളവരോട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങള്, മതവിശ്വാസങ്ങള്, വിശ്വാസമില്ലാത്തവര്, അതുപോലെ തന്നെ വളരെ തെറ്റായ യാതൊരു നീതിബോധവും ഇല്ലാതെ അധാർമികതയിൽ ജീവിക്കുന്നവർ, അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അന്നത്തേക്കാൾ ഏറെ ഇന്ന് അതിനകത്ത് വൈകൃതങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടുകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാർ എന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ജാതികളായിട്ടുള്ള ആളുകൾ നമ്മെ ദുഷ്പ്രവൃത്തിക്കാർ എന്ന് ദുഷിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്തിട്ടല്ല, മറിച്ച് നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നമ്മെ തള്ളിക്കളയുന്നത്. അതിനുള്ള സാധ്യത അവരുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നമ്മുടെ വിശ്വാസത്തെ പ്രതി അവർക്ക് നമ്മളൊരു അവജ്ഞയുണ്ട്. അവർ നമ്മുടെ വിശ്വാസത്തെ അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ഒരല്പം സാമാന്യ ബോധവും നീതിബോധവും ഒക്കെയുള്ള ആളുകള് നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ ഒന്നും വരുന്നില്ലായിരിക്കാം. പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. അവർ യഥാർത്ഥത്തിൽ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർ ആ വിശ്വാസത്തോട് ചേർന്ന് വരും. എന്നാൽ അവർക്ക് അങ്ങനെ അംഗീകരിക്കാനായിട്ട് അവര് തയ്യാറില്ല, അവർ അംഗീകരിക്കുന്നതുമില്ല. പക്ഷെ അവര് നമ്മെ ശല്യം ചെയ്യുന്നില്ല. നല്ലൊരാളുകളും ഇനി ശല്യമൊക്കെ വർദ്ധിച്ചു വരുമെന്നുള്ളത് അതിന്റെ മറുവശം. പക്ഷേ നമ്മൾ ദുഷ്പ്രവൃത്തിക്കാരാണ്
നമ്മള് അവരോട് ചേർന്ന് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്, അപ്പോൾ നമ്മുടെ ജഡമോഹങ്ങളിൽ നിന്ന് വിട്ടകന്ന് ജീവിക്കുമ്പോൾ ജഡമോഹങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നാം ദുഷ്പ്രവർത്തിക്കാരാണ്. അതായത് അവരുടെ പ്രവൃത്തികളോട് നാം യോജിക്കുന്നില്ല എന്നുള്ളതാണ് അവര് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികളെ അവരെ കണ്ടറിയണം. ദുഷ്പ്രവൃത്തിക്കാരെന്ന് അവർ നമ്മെ പറഞ്ഞ് നമ്മളെ അങ്ങനെ സ്ഥാപിക്കാനായിട്ട് അവർ ശ്രമിക്കും തോറും നമ്മളിലുള്ളതായിട്ടുള്ള നല്ല പ്രവൃത്തികളെ, നല്ല വാക്കുകളെ, നല്ല മനോഭാവങ്ങളെ അവരുടെ നമുക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയണം. അത് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ ദൈവത്തിന് മഹത്വം വരുന്നതിന് അത് ഇടയാകും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണോ നമ്മളുടെ ജീവിതം? പലപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ മുഖത്തൊരല്പം പുഞ്ചിരി ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് നമ്മളോട് അടുക്കുവാനും നമ്മളോടുള്ള ഒരു മനോഭാവം പോലും വളരെ വ്യത്യാസമായിരിക്കും. ഒന്ന് പുഞ്ചിരിക്കുന്നതിനോ, ഒന്ന് ചിരിക്കുന്നതിനോ, ഒരു വാക്ക് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നതിനോ, അവരുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുന്നതിനോ ഒക്കെ നമ്മൾ താല്പര്യമെടുക്കുന്നത് അത് വളരെ നല്ല കാര്യമാണ്. പലപ്പോഴും ഈ വേർപാട് പുലർത്തണം എന്ന് ഒക്കെ ഒത്തിരി സഭകളിൽ പഠിപ്പിച്ച് വചനത്തിലും അതൊക്കെ ഉള്ളതാണ് കേട്ടോ. വേർപാട് പുലർത്തണം എന്ന് ഒക്കെ പറഞ്ഞിട്ട് അവസാനം മനുഷ്യരുമായിട്ട് യാതൊരു വക ബന്ധവുമില്ല, ആളുകളെ കണ്ടാൽ ചിരിക്കുകയില്ല, വർത്താനം പറയില്ല, ആരെയും വീടുകളിൽ പോവുകയില്ല, അങ്ങനെയുള്ളതായ ഒരു മനോഭാവം എന്ന് പറയുന്നത് അതൊന്നും വേർപാടല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വെളിച്ചമായിരിക്കണം, പ്രകാശമായിരിക്കണം, ഉപ്പായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പ്രകാശം കാണണമെങ്കിൽ നമ്മൾ അവരോട് ഇടപെട്ടാലല്ലേ അത് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ നമുക്ക് പ്രകാശമായിരിക്കണം നമ്മൾ. അത് മാത്രവുമല്ല, മറ്റുള്ളവർ ആ പ്രകാശത്തെ കാണുന്നത് അവരോടുള്ള നമ്മളുടെ സമീപനത്തിൽ നിന്നാണ്. അവരുടെ ഇടയിൽ നാം ജീവിക്കുമ്പോഴാണ്. ഇരുട്ടിലാണ് യഥാർത്ഥത്തിൽ ഒരു വെളിച്ചത്തിന് പ്രസക്തിയുള്ളത്. അപ്പൊ നമ്മുടെ എല്ലാ മേഖലകളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, ഇപ്പൊ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു അവിശ്വസ്തത കാണിച്ചാൽ നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു? ധനം നാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ ധാർമ്മിക ജീവിതം എന്താണ്? നമ്മുടെ വാക്കുകൾ എന്താണ്? ഇതൊക്കെ മറ്റുള്ളവർക്ക് കണ്ടിട്ട് നമ്മുടെ നല്ല പ്രവൃത്തികളെ കാണുവാനായിട്ടാണോ, അതെയോ നമ്മുടെ ജീവിതം കണ്ടിട്ട് അത് അവർക്കൊരു വലിയ ഇടർച്ചയായിട്ടാണോ തീരുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഇന്ന് ക്രിസ്തീയതയിലേക്ക് ആളുകൾ വരുന്നതിന് ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ആളുകളുടെ ജീവിതമാണ്. പലപ്പോഴും പല സ്ഥലത്തു നിന്നും ഞാൻ കേട്ടിട്ടുള്ളതായ ഒരു കാര്യം, ഒരാള് ഒരു പെന്തക്കോസ്തുകാരനായാൽ അവനോട് പിന്നെ ഇടപെടാൻ കൊള്ളുകയില്ല എന്നുള്ള നിലയിൽ സമൂഹത്തിലെ ആളുകൾ അങ്ങനെ പറയുന്നതായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഒരാള് ഒരു ദൈവ പൈതൽ, പെന്തക്കോസ്തുകാരാകുന്നത് പോട്ടെ, പെന്തക്കോസ്താണോ അല്ലയോ എന്നുള്ളതല്ല, ഒരാൾ ഒരു ദൈവ പൈതലായാൽ ഇടപെടാൻ കൊള്ളാത്ത ഒരാളെന്നുള്ള നിലയിലല്ല, മറിച്ച് അവർ വളരെ നല്ല ആളുകൾ, ഇടപെടാൻ കൊള്ളാവുന്ന ആളുകൾ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വരേണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നു. നമ്മുടെ പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മറ്റൊരു വാക്ക് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് എന്നാണ്. അതായത് സമയം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ യാതൊരു വിലയും പ്രാധാന്യവും കൊടുക്കാത്ത ഒരു ജീവിത ശൈലിയാണ് നമുക്കുള്ളത്. എത്രയോ സമയമാണ് നാം വെറുതെ പാഴാക്കി കളയുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ പലപ്പോഴും അനേകരും അവരുടെ സമയത്തെ പാഴാക്കി കളയുന്ന ഒരു ജീവിതമാണ്. നമുക്ക് അങ്ങനെ പാഴാക്കി കളയാനായിട്ട് ജീവിതമില്ല, സമയവുമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സത്യം എന്ന് പറയുന്നത്. നമുക്ക് നാം നഷ്ടപ്പെടുത്തിയ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയില്ല. അതെല്ലാം ഒരു നിത്യമായ നഷ്ടമാണ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ന്യായമായിട്ടുള്ള വിശ്രമവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ വെറുതെ ഇരുന്ന് ഒരു പ്രയോജനവും ഇല്ലാതെ
ഞാൻ എൻ്റെ സമയത്തെ കളഞ്ഞു എന്ന് പറയുന്നത്, ആ സമയത്തിന് പോലും ദൈവസന്നിധിയിൽ നാം കണക്ക് കൊടുക്കേണ്ടവരാണ്. പുറത്തുള്ളവരോട് നാം സമീപിക്കുമ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്ക് എല്ലാ സമയവും നഷ്ടപ്പെടുത്തിയ ഒരു സമയം നമുക്ക് തിരിച്ചു കിട്ടുകയില്ല എന്നുള്ളതാണ്. നാം ആരോടെങ്കിലും സംസാരിച്ച് യോഗ്യമായി സംസാരിക്കാവുന്ന ഒരവസരം നാം നഷ്ടപ്പെടുത്തുകയോ, യോഗ്യമായി സംസാരിക്കാവുന്ന ഒരു കാര്യം അയോഗ്യമായി സംസാരിച്ച് നാം ദോഷം വരുത്തുകയോ ചെയ്താൽ അത് എന്നേക്കും വരുന്നതായിട്ടൊരു ദോഷമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. നമ്മെ സംബന്ധിച്ച് ഒരു തെറ്റായ ധാരണ ഒരാളിൽ കടന്നുകൂടിയാൽ അത് വളരെ നമ്മെ ദീർഘകാലം ബാധിക്കുന്ന ഒരു കാര്യമായിട്ടിരിക്കുന്നു. അത് പല നിലയിലുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊരു ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്. ആദ്യം നമുക്ക് ഒരാളെ കുറിച്ച് തോന്നുന്നതായിട്ടുള്ള ഒരു ധാരണയാണ് ഏറ്റവും നല്ല ധാരണ എന്നാണ് അതിന്റെ മലയാള അർത്ഥം. അപ്പോൾ നമ്മെക്കുറിച്ച് നമ്മോട് ഇടപെടുന്നതായിട്ടുള്ള ആളുകൾ ആദ്യം അവർക്ക് നമ്മളെക്കുറിച്ച് തോന്നുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് തെറ്റായി പോയാൽ പിന്നെ അത് ഒന്ന് ശരിയാക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്ന് മാത്രവുമല്ല, അങ്ങനെ ഒരാൾക്ക് നമ്മെക്കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അവര് അത് മറ്റു പലരോടും പറയുകയും നമ്മെക്കുറിച്ച് ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ തന്നെ തെറ്റായിട്ടുള്ള ഒരു മനോഭാവം വളരുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ജ്ഞാനത്തോടെ മാത്രമേ സമയം കൃത്യമായും ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് നമുക്ക് പെരുമാറുവാനായിട്ട് അനുവാദമുള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ. സമയം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനു വേണ്ടി, കർത്താവായ യേശുക്രിസ്തുവിൽ നാം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതാണ് ചുരുക്കത്തിൽ നമുക്ക് ആ ഒരു വാക്യത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. 6ാമത്തെ വാക്യം കൂടെ നമുക്ക് അല്പമായി ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അപ്പോൾ ഈ ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പുറത്തുള്ള ആളുകളോടാണ്. അത് തൊട്ട് മുമ്പ് പറഞ്ഞ നാം പഠിച്ചതായിട്ടുള്ള ആ വാക്യത്തോടനുബന്ധിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം. നമ്മളുടെ ഉത്തരം അത് എല്ലാവരോടും ഒന്നല്ല. ഒരു നിരീശ്വരവാദിയോട് സംസാരിക്കുന്നതല്ല ഒരു ഹൈന്ദവ വിശ്വാസിയോട് സംസാരിക്കുന്നത്, അതല്ല ഒരു കത്തോലിക്ക വിശ്വാസിയോട് സംസാരിക്കുന്നത്, അങ്ങനെയല്ല ഒരു ദുർമാർഗിയായിട്ട് ജീവിക്കുന്ന മനുഷ്യനോട് നാം സംസാരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോരുത്തരോടും നമുക്ക് സംസാരിക്കണമെങ്കിൽ വളരെയേറെ സ്വർഗീയമായിട്ടുള്ള ഒരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഈ ജ്ഞാനത്തോടു കൂടി പലപ്പോഴും സംസാരിക്കാൻ ആളുകൾക്ക് കഴിയാത്തതിന്റെ ഫലമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ടൊരു കാര്യം, ഇപ്പൊ ഈവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം, ആ നല്ല സന്ദേശം, ആ സ്നേഹത്തിന്റെ സന്ദേശം അറിയിക്കുവാൻ പോകുന്നതായിട്ടുള്ള ആളുകൾ അവര് പോയി ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് അവസാനം അവിടെ നിന്ന് വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ശാപവാക്കുകൾ പറഞ്ഞ് ചിലപ്പോഴൊക്കെ ചീത്ത പറഞ്ഞ് അങ്ങനെയൊക്കെ തിരിച്ചു പോരുന്നതായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ സ്നേഹത്തിന്റെ സന്ദേശവുമായി പ്രത്യാശയുടെ സന്ദേശവുമായി പോയിട്ട് അവിടെ ഒരു വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ട് കലഹം ഉണ്ടാക്കിയിട്ട് പോരുന്നതായിട്ടുള്ളൊരവസ്ഥ എത്രയോ കഷ്ടമാണ് അങ്ങനെയുള്ള അവസ്ഥ എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ വാക്ക് നിങ്ങൾ ഓരോരുത്തരോട് ഉത്തരം എങ്ങനെ പറയണമെന്ന് അറിയേണ്ടതിന്, അതായത് പുറത്തുള്ള ആളുകളോട് എങ്ങനെയാണ് യോഗ്യമായി ഉത്തരം പറയണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അതായത് നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഈ പുറത്തുള്ളവരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. അതായത് പുറത്തുള്ളവരോട് ഒരുപക്ഷെ നാം ഇടപെടുന്നതിനുള്ള സമയം തുച്ഛമായിരിക്കാം, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രമായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരേണ്ടതായിട്ടുള്ള കാര്യമാണ് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പുറത്തുള്ളവരോട് നിങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് അവസരങ്ങൾ വരുമ്പോൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് നിങ്ങൾ പഠിക്കും.
അതല്ലാതെ നമുക്ക് സഭയിലും ഭവനത്തിലുമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം സംസാരിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ ആളുകളോട് നല്ലതുപോലെ സംസാരിക്കണം വിചാരിച്ച് നടക്കുകയില്ല എന്നതിന്റെ അർത്ഥം. അപ്പൊ പുറത്തുള്ളവരോട് സംസാരിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കന്മാരോട് ഹൃദ്യമായി സംസാരിക്കാനായിട്ട്, അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാനായിട്ട് നാം ആദ്യം പഠിക്കണം. അത് പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ പുറത്തുള്ളവരോട് യോഗ്യമായി സംസാരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോഴും കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അത് വിശ്വാസികളെ കുറിച്ച് അല്ലെങ്കിൽ സഭാംഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. നാം സംസാരിച്ചു കഴിയുമ്പോൾ ഒരാൾക്ക്, ഒരു ദൈവ പൈതലിന് നാം ഒരു അരമണിക്കൂർ സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് ആത്മീക വർധനയും ഉണ്ടാകണം, അവർക്ക് കൃപയും ലഭിക്കണം. അങ്ങനെ ലഭിക്കണമെങ്കിൽ ആകാത്തതൊന്നും, നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അത് നാം ശീലിച്ചു കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുറത്തുള്ളവരോടും അങ്ങനെ പെരുമാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുക. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ദൈവത്തെക്കുറിച്ച്, നിത്യമായ ദൈവിക പരിപാടികളെ കുറിച്ചൊക്കെ നമ്മളോട് ഏതെങ്കിലും ന്യായം ചോദിച്ചാൽ അവരോട് നമ്മൾ എങ്ങനെയാണ് മറുപടി പറയേണ്ടത് എന്നുള്ളത് കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ. അപ്പോൾ ഇവിടെ സത്യം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം സത്യമാണ് പറയുന്നത്. നമ്മുടെ അടുക്കിലേക്ക് പ്രതിപാദിക്കാനായിട്ട് വരുന്ന ആളുകൾ അസത്യവുമായിട്ടാണ് വരുന്നത്. പക്ഷെ ഈ സത്യം നാം അവർക്ക് പകർന്നു കൊടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഭാവം എന്ന് പറയുന്നത് സൗമ്യത, ഭയഭക്തി, അല്ലാതെ നാം അവരെ വെല്ലുവിളിക്കുകയോ, നമുക്കറിയാമല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇന്ന് ഭയങ്കര വെല്ലുവിളികളാണ്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാന്നൊക്കെയാണ് വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്. പ്രിയമുള്ളവർ, അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ അടുത്ത് ന്യായം ചോദിക്കുന്നവരോട് പ്രതിപാദിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മളിൽ സൗമ്യതയും ഭയഭക്തിയും, നാം പ്രസംഗിക്കുന്നതായിട്ടുള്ള സുവിശേഷം, ആ സുവിശേഷത്തിന്റെ ആധാരമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു സൗമ്യതയും താഴ്മയുമുള്ളവനാണ്. അപ്പോൾ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശം നാം മറ്റുള്ളവരോട് പറയുമ്പോൾ അത് സൗമ്യതയോടും താഴ്മയോടും ഭയഭക്തിയോടും കൂടെയാണ് എപ്പോഴും നാം അത് പറയേണ്ടത്. പ്രിയമുള്ളവരെ, ചുറ്റുമുള്ള നമ്മുടെ ആളുകളോട് സംസാരിക്കുന്നതിൽ, അവരോട് ഇടപെടുന്നതിൽ, അവരുടെ മുമ്പാകെ നമ്മെ തന്നെ നാം വെളിപ്പെടുത്തുമ്പോൾ എത്രയോ പ്രമാണങ്ങൾ നാം പാലിച്ചിരിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കേവലം ചില പൊരുത്തപ്പെടലുകൾ നമ്മളുടെ പെരുമാറ്റത്തിൽ വരുത്തിക്കൊണ്ടല്ല, മറിച്ച് ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ രൂപാന്തരം വന്നിട്ട് കപടമില്ലാത്തതായ ഒരു ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം കാണിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.